ഇന്ത്യൻ ക്രിക്കറ്റ് അതിൻ്റെ മറ്റൊരു യുഗാന്ത്യത്തിൻ്റെ വക്കിലാണ്. നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്ന താരങ്ങൾ പലരും റിട്ടയർ ചെയ്യുകയും അതിലെ അവസാന കണ്ണികൾ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്കും കടന്നിരിക്കുന്നു. ഇനി ഭാവിയിലേക്കുള്ള നോട്ടം നീളുന്ന കാലഘട്ടമാണ്. പ്രധാന താരങ്ങൾ പലരും ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് മറ്റൊരു മാനം നൽകിയ താരങ്ങളായിരുന്നു കോഹ്ലി, രോഹിത്, അശ്വിൻ, ജഡേജ, രഹാനെ, ഷമി തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾ. മറ്റു താരങ്ങളാകട്ടെ ഏത് നിമിഷവും കരിയർ അവസാനിപ്പിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി എന്താണ്? ഇന്ത്യൻ ക്രിക്കറ്റിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നിലവിലെ സീനിയർ താരങ്ങൾ വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന വിടവ് നികത്താൻ പ്രാപ്തിയുള്ള പ്രധാന യുവതാരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. രവി ബിഷ്ണോയി. ഇന്ത്യൻ ക്രിക്കറ്റിന് എക്കാലത്തും മികച്ച സ്പിന്നർമാരുണ്ടായ ചരിത്രമുണ്ട്. അനിൽ കുംബ്ലെ, ഹർഭജൻ സിംഗ്, അശ്വിൻ, ചഹൽ, ജഡേജ, നിലവിലെ കുൽദീപ് അടക്കമുള്ള താരങ്ങൾ അതിനുദാഹരണമാണ്. ആ കൂട്ടത്തിലേക്ക് ഉറപ്പായും എത്തിച്ചേരാൻ ഭാവിയിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ് ബിഷ്ണോയി. 2023 അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ T20 റാങ്കിങ്ങിൽ ഒന്നാമതെത്തുകയും എന്നാൽ ടീമിലെ സ്പിന്നർമാരുടെ അതിപ്രസരം മൂലം സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്ത താരമാണ് അദ്ദേഹം. ഉറപ്പായും ഇന്ത്യൻ സ്പിൻ അറ്റാക്കിൻ്റെ മൂർച്ച കൂട്ടുവാൻ പ്രാപ്തിയുള്ള താരം തന്നെയാണ് ബിഷ്ണോയി. റിങ്കു സിംഗ്. തീർത്തും അമാനുഷികമായി ബാറ്റ് ചെയ്ത് എതിർ ടീമിനെ വിറപ്പിക്കാൻ ശേഷിയുള്ള താരമാണ് റിങ്കു സിംഗ്. കൊൽക്കത്ത ടീമിന് വേണ്ടി IPL ഒട്ടനേകം മത്സരങ്ങൾ അദ്ദേഹം ക്രീസിലെ ബാറ്റിംഗ് ട്രംപ് കാർഡായി നിന്ന് വിജയിപ്പിച്ചതും നാം കണ്ടിട്ടുള്ളതാണ്. അഫ്ഗാനിസ്ഥാനെതിരെ റിങ്കു രോഹിത്തിനോട് ചേർന്ന് അടിച്ചുകൂട്ടിയ ഇന്നിങ്സ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. ദുബൈക്ക് ടീമിലേക്ക് അവസരം കൊടുത്തപ്പോൾ റിങ്കുവിന് ലോകകപ്പ് ടീമിലേക്ക് യോഗ്യത ലഭിച്ചില്ല എങ്കിലും ഉറപ്പായും വരും വർഷങ്ങളിൽ നീലക്കുപ്പായത്തിൽ തിളങ്ങാൻ പോകുന്ന താരം തന്നെയാണ് റിങ്കു. ശുഭ്മാൻ ഗിൽ. ഇന്ത്യയുടെ ഭാവി എന്ന വിശേഷണം പലപ്പോഴായി ചാർത്തപ്പെടാറുള്ള താരങ്ങളിൽ ഒരാളാണ് ഗിൽ. IPL കൊൽക്കത്തയിൽ നിന്നും ഗുജറാത്തിലേക്ക് എത്തിയ താരം മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ഇന്ത്യൻ ടീമിലേക്ക് പെട്ടെന്ന് തന്നെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പ്രിൻസ് എന്ന വിളിപ്പേരും സ്വന്തമാക്കി. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിളങ്ങാനാകാതെ പോകുന്ന ഗിൽ പലപ്പോഴായി വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രധാന മത്സരങ്ങളിൽ മോശം ഷോട്ട് കളിച്ച് പുറത്താകുന്നത് ഗില്ലിനെ സംബന്ധിച്ച് സ്ഥിരമായ കാഴ്ചയാണ്. എങ്കിലും പതിയെ അദ്ദേഹം ഈ കാര്യങ്ങളിൽ തിരുത്തുവരുത്തി മികച്ച പ്രകടനം ഭാവിയിൽ തുടരും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ നായക പദവിയിലേക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്ന താരം കൂടിയാണ് ഗിൽ. ഋതുരാജ് ഗേക്വാദ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിംഗ് നെടുന്തൂണാണ് ഋതുരാജ്. അതുകൊണ്ട് തന്നെ ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആ പദവി തേടിയെത്തിയതും അദ്ദേഹത്തിലേക്കായിരുന്നു. ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടിയപ്പോൾ എല്ലാം തിളങ്ങാറുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ തനത് സ്ലോട്ടായ ഓപ്പണർമാരുടെ അതിപ്രസരം കാരണം ടീമിൽ നിന്ന് പലപ്പോഴും തഴയപ്പെടാറുണ്ട്. പതിയെ തുടങ്ങി അവസാന കൂറ്റനടികൾ കൊണ്ട് കളം നിറയുന്ന ബാറ്റിംഗ് ശൈലിയാണ് ഗേക്വാദിൻ്റേത്. അതുകൊണ്ട് തന്നെ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത് ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരം കൂടിയാണ് അദ്ദേഹം. തിലക് വർമ്മ. ഹൈദരാബാദ് സ്വദേശിയായ തിലക് ക്രിക്കറ്റിൻ്റെ ആർട്ടിക്കിളുകളിൽ ഇടം പിടിച്ചു തുടങ്ങിയത് IPL മുംബൈ ഇന്ത്യൻസിലേക്കുള്ള വരവോടുകൂടിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടീമിൻ്റെ മധ്യനിരയുടെ കാവൽക്കാരനാണ് ഈ 21-കാരൻ. പലപ്പോഴും വലിയ തകർച്ച മുംബൈയുടെ ബാറ്റിംഗ് ഓപ്പണിങ്ങിൽ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധി ടീം തരണം ചെയ്യുന്നത് തിലകിൻ്റെ ബാറ്റിങ്ങിലൂടെയാണ്. ടീമിലെ പ്രകടനം കൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് യോഗ്യത നേടിയെങ്കിലും ഇടം കയ്യൻ ബാറ്റർമാരുടെ പരിധിക്കപ്പുറമുള്ള സാന്നിധ്യം മൂലം പലപ്പോഴും 15-അംഗ ടീമിലേക്ക് പോലും തിലകിന് നറുക്കു വീഴാറില്ല. എങ്കിലും പ്രായം വളരെ കുറവായതുകൊണ്ടും സിറ്റുവേഷൻ അനുസരിച്ച് ബാറ്റ് ചെയ്യാനുള്ള കഴിവും പരിഗണിക്കുമ്പോൾ ഉറപ്പായും ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമായി മാറാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരം കൂടിയാണ് തിലക് വർമ്മ. ഒരുപക്ഷെ പണ്ട് സുരേഷ് റെയ്ന ഇന്ത്യയുടെ മധ്യനിര കൈകാര്യം ചെയ്തതുപോലെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ബാറ്റ്സ്മാൻ. അഭിഷേക് ശർമ്മ. 2018 ഡൽഹി ഡെയർ ഡെവിൾസിൽ കരിയർ ആരംഭിച്ച താരമാണ് അഭിഷേക്. എങ്കിലും വലിയ നേട്ടം കൈവരിക്കാൻ ആവുകയോ ആരാധകരുടെയും ക്രിക്കറ്റ് സ്പെഷ്യലിസ്റ്റുകളുടെയും ഒന്നും ശ്രദ്ധ പിടിച്ചു പറ്റാനോ അഭിഷേകിന് ആയില്ല. പക്ഷേ പഞ്ചാബിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മറ്റൊരാൾ തിരിച്ചറിഞ്ഞിരുന്നു. പഞ്ചാബിൽ നിന്ന് തന്നെയുള്ള ഇന്ത്യയുടെ മാണിക്കം യുവരാജ് സിംഗ്. അഭിഷേക് അടക്കമുള്ള പഞ്ചാബിൽ നിന്നുള്ള താരങ്ങൾക്കായി യുവരാജ് പ്രത്യേക പരിശീലനം കൊടുക്കുകയും ആ അസിസ്റ്റന്റിന്റെ മികവ് 2024 IPL അഭിഷേക് സൺറൈസേഴ്സിനായി പുറത്തെടുക്കുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ T20 കുപ്പായത്തിലേക്ക് ക്ഷണം ലഭിച്ച അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ നക്കായി പുറത്തായി. എങ്കിലും തന്നിൽ വിശ്വാസമർപ്പിച്ച ആശാൻ യുവരാജിനും ഇന്ത്യൻ ആരാധകർക്കും നൽകിയ സമ്മാനം 2ാം T20 മത്സരത്തിലെ സെഞ്ചുറിയായിരുന്നു. അറ്റാക്ക് ചെയ്ത് തുടക്കത്തിലെ സ്കോർ കൂട്ടാറുള്ള ശൈലിയാണ് അഭിഷേക് ശർമ്മയുടേത്. അതുകൊണ്ട് തന്നെ 2020 നിന്ന് റിട്ടയറായ രോഹിത്തിൻ്റെ പിന്മുറക്കാരനായി കണക്കാക്കപ്പെടുന്നവരിൽ ഈ 23-കാരനുമുണ്ട്. യശസ്വി ജയ്സ്വാൾ. 2020 അണ്ടർ-19 ലോകകപ്പിൽ തിളങ്ങുകയും അതുവഴി IPL രാജസ്ഥാൻ ടീമിലേക്ക് എത്തുകയും ചെയ്ത താരമാണ് ജയ്സ്വാൾ.
രാജസ്ഥാനിൽ ടോപ്പ് ഓർഡറിലെ മികച്ച പ്രകടനം താമസിയാതെ ജയ്സ്വാളിനെ ഇന്ത്യൻ ടീമിലേക്കും എത്തിച്ചു. രോഹിത് ശർമ്മയ്ക്ക് ഒപ്പം ഓപ്പണിൽ പലതവണ ഇറങ്ങിയ 22-കാരൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രശംസ സ്വന്തമാക്കി തുടങ്ങി. ഗില്ല്, അഭിഷേക് ശർമ്മ തുടങ്ങിയ താരങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് വിദഗ്ധർ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് പരിഗണിക്കുന്ന താരം കൂടിയാണ് ജയ്സ്വാൾ. ആദ്യ ബോൾ മുതൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന താരമായതുകൊണ്ട് തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ സെലക്ടർമാർ പരിഗണിക്കുന്ന ആദ്യ പേരുകളിൽ ഒന്ന് യശസ്വി ജയ്സ്വാളിൻ്റേത് ആകും എന്നത് തീർച്ച. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ബാറ്റ്സ്മാൻമാരുടെ അതിപ്രസരമുണ്ടെന്ന് പറയാം. എങ്കിലും ബോളിംഗ് യൂണിറ്റ് ഭാവിയിലേക്ക് എത്രത്തോളം മികച്ചതാവും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബുംറ നയിക്കുന്ന ബോളിംഗ് അറ്റാക്ക് ഉണ്ട് എങ്കിലും നിലവിൽ സ്ഥിരതയുള്ള യുവ പേസർമാരുടെ അഭാവം ഇന്ത്യ നേരിടുന്നുണ്ട് എന്നതാണ് വാസ്തവം. അർഷദീപ് പോലെയുള്ള താരങ്ങൾ മികവ് കാട്ടുന്നുണ്ടെങ്കിലും ബുംറ, ഷമി അടക്കമുള്ള സീനിയർ ടീമിന്റെ അഭാവത്തിൽ ടീം എത്രത്തോളം പെർഫോം ചെയ്യും എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പുതുതായി ടീമിന്റെ പരിശീലന ചുമതലയേറ്റ ഗംഭീർ ടീമിന്റെ കോമ്പിനേഷനുകൾ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കും എന്നത് കണക്കാക്കി മാത്രമേ ടീമിന്റെ ഭാവി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എന്ന പ്രതീക്ഷയോടെ